ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് August 14 നമ്മുടെ തലൈവരുടെ രജനീകാന്തിൻ്റെ ലോകേഷ് കനകരാജിൻ്റെ കൂലി എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്കായിരുന്നു ഫാൻ ഷോ. അപ്പോൾ ആ പടം കണ്ട് നേരെ വന്ന് റിവ്യൂ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒറ്റ വാക്കിൽ ഈ പടത്തും കണ്ടിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ പുതുമകൾ അവകാശപ്പെടാനൊന്നും ഇല്ലാത്ത ഒരു ആവറേജ് അനുഭവമായിരുന്നു കൂലി എന്നൊരു മൂവി എനിക്ക് സമ്മാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ലോകേഷ് കനകരാജിൻ്റെ ലാസ്റ്റ് പടം ലിയോ ഇറങ്ങിയപ്പോൾ ലിയോയുടെ ഫ്ലാഷ് ബാക്ക് സീൻസ് ആയിട്ട് കുറച്ച് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിമർശനങ്ങൾക്ക് പുള്ളി ഏറ്റെടുത്ത് പുള്ളി അടുത്ത പടത്തിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് കംപ്ലീറ്റ് തൃപ്തി നൽകിയിട്ടൊക്കെ പടം എടുക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞായിരുന്നു ഈ കൂലി ഇറക്കിയത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രജനീകാന്തിൻ്റെ കുറേ പടങ്ങളുടെ ഒരു മിക്സ്, ഒരു പുതുമകളും കഥകളിൽ അവകാശപ്പെടാനില്ലാത്ത ഒരു ആവറേജ് അനുഭവം മാത്രമായിട്ട് എനിക്ക് കൂലി ചുരുങ്ങി പോണേണ്. അതിന് കാരണം ഞാൻ തന്നെ പറയാം. കൂലി എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പ്രൊമോ ആദ്യം വന്നപ്പോൾ ഒരു വാച്ചിൻ്റെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വാച്ചിൻ്റെ ഗോൾഡ് മാത്രം എടുത്തറിയുന്ന ഒരു ഇതും, പിന്നെ രജനീകാന്തിൻ്റെ ഒരു പാട്ടിലെ കുറച്ച് സ്റ്റെപ്സൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഒട്ടും ഹൈപ്പില്ല, എന്തുവാടെ ഇത് എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്തൊക്കെ ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഓരോ ക്യാരക്ടറായിട്ട് വന്നു. നമ്മുടെ സൗബിൻ വരുന്നു, നാഗാർജുന വരുന്നു, ഉപേന്ദ്ര വരുന്നു, സത്യരാജ് വരുന്നു, പിന്നെ ലാസ്റ്റ് അമീർ ഖാൻ വരുന്നു. അതൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഹൈപ്പ് കൂടി. ഓക്കെ, എന്തൊക്കെയുണ്ട്, ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിനൊക്കെ പടത്തിൽ എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ഫീലാണ് വന്നത്. അത് കഴിഞ്ഞ് ട്രെയിലർ വന്നപ്പോഴും ഓക്കെ എന്നുള്ള അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ഓഡിയോ ലോഞ്ചിൽ വന്നപ്പോഴാണ് ഈ പടത്തിനെ പറ്റി ഒന്ന് കയറ്റി അടിച്ചത്. മറ്റേ 1000 ഭാഷ, 100 വടയപ്പ, അതുപോലെ തന്നെ ഇതേമാതിരി പടം കണ്ടുള്ള അനിരുദ്ധ് 10 കപ്പ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതൊരു കാണാത്തൊരു പടമാണ്, ഇൻ്റർവെല്ലിന് നിങ്ങൾ തിയേറ്ററിൽ എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കും എന്നൊക്കെ പറഞ്ഞത്. ഞാൻ കണ്ട കൂലി തന്നെയാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം ഈ പറയണതൊന്നും എനിക്ക് കിട്ടില്ല. ഒരു ബിൽഡപ്പ് ഉള്ള ഒരു ഫസ്റ്റ് ഹാഫും ഒരു ബിലോ ആവറേജ് പോകുന്നൊരു സെക്കൻഡ് ഹാഫും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ കുറച്ച് മുമ്പത്തെ ഇപ്പോൾ രജനീകാന്തിൻ്റെ പടങ്ങളാണെങ്കിൽ ഇറങ്ങുന്നതൊക്കെ മിക്കതും പൊട്ടി. ഇപ്പോൾ ജയിലർ വന്നപ്പോൾ പോലും ലാലേട്ടനും മറ്റേ കന്നഡയിലെ ആ പുള്ളിയും കൂടി ഉള്ളതുകൊണ്ട് അതൊരു നല്ലൊരു ബിൽഡപ്പും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെയാണ് തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേട്ടയാൻ വന്നപ്പോഴും നേരെ താഴ്ത്തോട്ട് പോയി. അതിന് മുമ്പ് ഇറങ്ങിയ ദർബാറാണ് അത്. അപ്പോൾ പുള്ളീനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ തോന്നണില്ല. കാരണം ഏജ്ഡാണ്. അപ്പോൾ പുള്ളിക്ക് പറ്റാത്ത രീതിയിലുള്ള റോളുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ പടങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പുള്ളിയുടെ പടം റിലീസ് ചെയ്യുന്നത്. ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇതിലും പിടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാഗാർജുനേനെയും ഉപേന്ദ്രേനെയും ഇപ്പം നമ്മുടെ സൗബിൻ, അമീർ ഖാനെയൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു സ്ക്രിപ്റ്റാണ് ഇവിടെ ഇല്ലാണ്ടായി പോയത്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട റോള് സൗബിൻ തന്നെയാണ്. ഇവർ ഈ ഓഡിയോ ലോഞ്ച് പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. സൗബിനെ കിഡിലെ റോളാണ്. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള റോള് സൗബിൻ കിഡിലായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. തുടക്കം തൊട്ട് അവസാനം വരെ സൗബിൻ അത് അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പറയുന്ന നാഗാർജുന, ഇപ്പോൾ നമ്മൾ മറ്റേ തോഴ പടത്തിലൊക്കെ കണ്ടേക്കുന്ന നാഗാർജുന എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തോഴയിലെ പുള്ളിയുടെ ക്യാരക്ടർ എത്ര നാൾ നല്ലവനായിരിക്കും എന്നുള്ളൊരു വില്ലൻ റോളാണ് ഇതിൻ്റെ അകത്തും പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കമ്മിങ് ടു തലൈവർ രജനീകാന്ത് വരുമ്പോഴേക്കും കുറേ അനാവശ്യ പ്ലേസ്മെൻറ്റിന് ഇപ്പോൾ തുടക്കം നമുക്ക് കാണുമ്പോൾ പേട്ട പോകുന്നു, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് അണ്ണാതെ, കുറച്ച് കഴിയുമ്പോഴേക്കും ലാസ്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും ജയിലർ, അങ്ങനെ ഒരു പുള്ളിയുടെ തന്നെ സിനിമയിലെ കുറച്ച് ഫോർമാറ്റുകൾ പിന്നെ ഇതിലേക്ക് കുത്തിക്കയറ്റി പോയിട്ടുണ്ട്. ഒരു ഇൻട്രോ സോങ് ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഒഴിവാക്കായിരുന്നു തോന്നുന്നു. ശരിക്കും ഒരു ബോറടിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻട്രോ സോങ് ഒക്കെ ഈ പടത്തിലുള്ളത്. പിന്നെ ഉപേന്ദ്ര, പുള്ളിനെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് ചെറിയൊരു കാണിച്ചിട്ട് സെക്കൻഡ് ഹാഫിലെ പുള്ളി വരുന്നത്, അതും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഉപേന്ദ്രയുടെ റോളും കൊടുത്തേക്കുന്നത്. പിന്നെ ശ്രുതിഹാസൻ, ഇപ്പം മറ്റു പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് ശ്രുതിഹാസൻ ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കിട്ടിയ റോൾ അടിപൊളിയായിട്ടുണ്ട്. സത്യരാജിൻ്റെ റോൾ അടിപൊളിയായിരുന്നു. പിന്നീട് വരുവാണെങ്കിൽ നമ്മുടെ അമീർ ഖാൻ, നമ്മൾ വിക്രത്തിൽ നമ്മൾ റോളക്സ് എന്ന് പറഞ്ഞ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ മാർഷയുടെ ബ്ലൂടൂത്ത് സ്പീക്കറും പിടിച്ചിട്ട് ഒരു കാറിൽ വന്നിറങ്ങുന്ന സീനുണ്ട്. ആ സീനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ലോകയാണ് അമീർ ഖാൻ ഇതിനകത്ത് കൊണ്ടേ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറേ പട്ടികളും ഒരു ഹെലികോപ്റ്റർ സീനൊക്കെ വെച്ചിട്ട്. പക്ഷേ സത്യമായ കോമഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മറ്റേ നമ്മുടെ റൈഫിൾ ക്ലബിലെ ഹനുമാൻകിൻ്റെ വരില്ലേ, അതേപോലത്തെ ഒരു ലുക്കാണ് എനിക്ക് അമീർ ഖാനെ കണ്ടപ്പോഴേക്ക് തോന്നിയത്. കാരണം പുള്ളിയുടെ ആ ഒരു ബോഡിയുടെ ഫോമിലല്ല ഇപ്പം, അതായത് ആ ഒരു മസിൽ ബിൽഡിംഗ് അല്ല. എന്നിട്ട് പുള്ളിക്ക് ചേരാത്തൊരു കോസ്റ്റ്യൂമും ഒരു കോമഡി ആയിപ്പോയി. പുള്ളി ഇന്റർവ്യൂ പറഞ്ഞത് ശരിയാട്ടോ, പുള്ളി സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചില്ല. അതിൻ്റെ ഒപ്പം റോൾ എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി കണ്ണടച്ച് സംബന്ധിച്ചാണ് ഇത്രയും നല്ല കാസ്റ്റിനൊക്കെ ഇട്ട് അതിനൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സോങ്സിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ മോണിക്ക, ആ സോങ് ഭയങ്കര ട്രെൻഡിയാണ്. അതുപോലെ തന്നെ BGM നൈസായിരുന്നു രജനീകാന്തിൻ്റെ. പക്ഷേ ഈ രജനീകാന്തിൻ്റെ ഇൻട്രോ സോങ് ഭയങ്കര
എനിക്ക് ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ക്യാമറ പറയണമെങ്കിൽ ഗിരീഷ് ഗംഗാധരൻ നമ്മുടെ മലയാളി അടിപൊളി ഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഷോട്ടുകളും അതാ പറഞ്ഞാൽ ടെക്നിക്കലി പടം ഒരിക്കലും ഒരു രീതിയിലും മോശപ്പെട്ടിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റും ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തേക്കുന്നതും പിന്നെ ചില സമയത്തൊക്കെ ഒരു കണക്ഷൻ ഇല്ലാതെ പോകുന്ന അങ്ങനെ ഒരു വൺ ടൈം വാച്ചബിൾ. ഒരിക്കലും ഞാൻ മോശം എന്ന് പറയാനുള്ള ജയിലറിനേക്കാളും താഴെ വേട്ടേനേക്കാളും മേളിൽ ആ ഒരു രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിളായിട്ട് അനുഭവമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഒരു ഓവർ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ LCU കണക്ഷൻ ഒന്നും അല്ലട്ടെ. ഇന്നലെ തന്നെ ലോകേഷ് അത് കൺഫേം ചെയ്തായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ വൺ ടൈം വാച്ചബിൾ നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, ഇത്രയും കാസ്റ്റൊക്കെ ഉണ്ട്. ഒരു അമിത പ്രതീക്ഷയോ അല്ലെങ്കിൽ ലോകേഷിന്റെ മുമ്പത്തെ സിനിമകൾ കണ്ടിട്ട് ആകുമോ അതിനേക്കാൾ വലിയൊരു സിനിമയായിട്ടോ ഒരിക്കലും വിക്രമൊക്കെ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന പടമല്ല കൂലി. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ കണ്ടിട്ട് ഞാൻ കുറച്ച് ആൾക്കാരോടും കൂടി സംസാരിച്ചായിരുന്നു. അവർക്കും സെയിം ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് എൻ്റെ റിവ്യൂ ഉള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടോ. ഇത് ഇപ്പോൾ ഈ പടം കണ്ടിട്ട് ഇതിനോട് എതിരഭിപ്രായമുള്ളവരാണെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. അപ്പോൾ എനിക്കിതാണ് ഇതിൻ്റെ അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ. എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ആവറേജ് അനുഭവമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.